ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നമ്മുടെ ഹെൽത്ത് ചലഞ്ചിൻ്റെ 4th ഡേ ആണ്. ഇതുവരെ നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പറയാനുള്ളത് ഡ്രിങ്ക്സിൻ്റെ കാര്യമാണ്. എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം തന്നെ കുടിക്കുക. എന്തെങ്കിലും ഒരു ഇതിട്ട് കരിയാലിയോ മറ്റോ ഇട്ട് തിളപ്പിച്ച് തന്നെ വെള്ളം കുടിക്കുക. മഴയാണ്, വെറുതെ വെള്ളം കുടിക്കരുത്, തിളപ്പിക്കാതെ കുടിക്കരുത്. ഓക്കെ. അതുപോലെ ബാത്റൂമിൽ പോകാൻ മടിച്ച് വെള്ളം കുടിക്കാതെ ഇരിക്കരുത്. നമുക്ക് ഒരുപാട് എനർജി ഡ്രെയിനേജ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം മസ്റ്റാണ്. എപ്പോൾ ദാഹം തോന്നിയാലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമായിട്ട് കുടിക്കുക, കഞ്ഞിവെള്ളമായിട്ട് കുടിക്കുക, നാരങ്ങ ഉപ്പോ പഞ്ചസാരയോ ഇട്ട് കുടിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ജ്യൂസ് കുടിക്കുക. ഏതെങ്കിലും ഒരു ജ്യൂസ് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട്, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. ഓക്കെ. പിന്നീട് മാസത്തിലൊരിക്കൽ നിങ്ങൾ മസ്റ്റായിട്ടും ആഷ് ഗോഡ്, അതായത് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. നല്ല വാട്ടർ കണ്ടൻറ്റുള്ളൊരു വെജിറ്റബിളാണ്. ഇതിൽ നമ്മളതിൻ്റെ അരിയൊക്കെ മാറ്റിയ ശേഷം ഒന്ന് ജ്യൂസ് അടിക്കുക, വേറെ ഒന്നും ഇടണ്ട. നല്ല ഒരു നെഗറ്റിവിറ്റി, നമ്മുടെ ബോഡിയിലെ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാനും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, കുടലിനെ വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ആഷ് ഗോഡ് വാങ്ങി ജ്യൂസ് അടിച്ച് തന്നെ കുടിക്കുക. ഓക്കെ. കറികളിൽ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ, ബട്ട് ഇത് ജ്യൂസാക്കി തന്നെ കുടിക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. രാവിലെ നിങ്ങളൊന്ന് സൺബാത്ത് ചെയ്യുക. സൺബാത്ത് എന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ ഒരു മാറ്റ് വിരിച്ച് അതിൽ കിടക്കുക കുറച്ച് സമയം. ഓക്കെ. സ്വസ്ഥമായി കിടക്കുക. നമുക്കങ്ങനെ കിടക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു സ്പേസ് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഒരു മാറ്റൊക്കെ വിരിച്ചിട്ട് നിങ്ങളവിടെ ഇരിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. സൂര്യപ്രകാശം നന്നായിട്ട് ശരീരത്തിൽ ഏൽക്കട്ടെ. രാവിലെ ഒരു 6 മണിക്കൊക്കെ ആണ് ചെയ്യേണ്ടത്. ഒരു ഇളം വെയിലിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സൺ ബാത്തിങ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് നമുക്ക് നമ്മുടെ ഈ സ്റ്റൊമക്ക് പ്രോബ്ലംസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഉറക്കം കിട്ടാതെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറും. ഡിപ്രഷൻ കുറയും. അതുപോലെ തന്നെ ബോൺ സ്ട്രെങ്തൺ ആകും. മുന്നേ തന്നെ ഞാൻ ബോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ തേയില, കാപ്പി, ചായയൊക്കെ ഒഴിവാക്കി പാലുൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യുക, സൺ ബാത്തിങ്ങും കൂടി ചെയ്യാം. ഓക്കെ. അപ്പോൾ സൺ ബാത്തിങ് നമ്മുടെ സ്റ്റൊമക്കിലെ പ്രോബ്ലംസ് ഒഴിവാക്കുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനും ഡിപ്രഷൻ കുറയ്ക്കുന്നതിനും ബോൺ സ്ട്രെങ്തൻ ആകുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. മസ്റ്റായിട്ടും ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ടൈമാണ്. നിങ്ങൾ ഈ ഹെൽത്ത് ചലഞ്ച് കാണുന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് എനിക്കറിയാം. സാരമില്ല. ഈ നിങ്ങൾ ഇതെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ. ഇത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് സമയം ഇരിക്കാനല്ലേ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു ഉന്മേഷം കിട്ടും, ഒന്ന് ക്ലെൻസായൊക്കെ വരും. പിന്നെ അടുത്ത് പറയാനുള്ളത് ത്രാടക് ധ്യാനമാണ്. അതായത് ഇത് ചെയ്യേണ്ടത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോകുന്ന DM അല്ലെങ്കിൽ DF ആണ്. നിങ്ങൾ പെട്ടെന്ന് കൗണ്ടർ പാർട്ടിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു ഭയങ്കരമായൊരു വിഷമം, ഒരു നിരാശ ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്കൊരു കാര്യങ്ങളിലും ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടത്തില്ല. ചുറ്റിലുമുള്ളതിൽ നിന്നും എന്ത് ചൂസ് ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിയാൻ പറ്റാതെ മനസ്സ് ഇങ്ങനെ മൂടിയിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഈ ത്രാടക് ധ്യാനം ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വേണമെങ്കിലും ചെയ്യാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദീപം തെളിയിക്കുമല്ലോ, ആ ദീപത്തിൽ തന്നെ നോക്കി ഇങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഒരു 10 മിനിറ്റ്സ് മിനിമം, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ്. അതല്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ദീപം തെളിയിച്ച് വെച്ച് അവിടെ മെഡിറ്റേഷൻ പ്ലേസിലിരുന്നുകൊണ്ട് ആ ദീപത്തിലേക്ക്, ആ ഒരു പ്രകാശത്തിലേക്ക് നോക്കി ഇരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്ന് നിറയുന്നതുകൊണ്ടാണ് എല്ലാം കൂടി എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്.
അപ്പോൾ ഈ ഒരു ത്രികട ധ്യാനം ചെയ്യുമ്പോൾ തോട്ട്സ് കുറയും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് ചൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് അടുത്തൊരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം, അടുത്തൊരു കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നാത്ത പല സ്ഥിതികളുണ്ടായിരിക്കും. ശാരീരിക പ്രശ്നമുണ്ടായിരിക്കും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും, നമ്മൾ ആത്മീയ തലത്തിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും, എനർജി ഡ്രെയിനേജ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ആയിപ്പോവും. DM അവേക്കൻ ആകുന്ന സമയത്ത് DFനും പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സെപ്പറേഷനിലിരിക്കുമ്പോൾ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ആണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ. അല്ലാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, പീരീഡ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതി നമ്മൾ ചെയ്യാതിരിക്കാൻ തുടങ്ങിയാൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. നമ്മൾ 2 ദിവസം ചെയ്യുന്നു, പിന്നെ അടുത്ത കുറേ ദിവസം ചെയ്യുന്നില്ല, വീണ്ടും 2 ദിവസം ചെയ്യുന്നു, അങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഏതൊരു കാര്യത്തിലും കൺസിസ്റ്റൻ്റായിട്ട് നിന്നാൽ മാത്രമേ അതിലൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്ത് സാഹചര്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. എത്ര വയ്യെന്ന് പറഞ്ഞാലും നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തിരിക്കുക. വയ്യ എന്ന് പറഞ്ഞ് അതൊരു എക്സ്ക്യൂസായി എടുക്കാതെ. അതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് എന്താണ് ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് ചെയ്യേണ്ടത്, പക്ഷെ ഞാനിന്നത് ചെയ്തിട്ടില്ല. ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് കിടക്കുക. നാളെ രാവിലെ ഫ്രഷായി വന്ന് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ആ ഒരു ഡേ തുടങ്ങുന്നത് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടായിരിക്കണം. നമുക്കത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ടൊരു സ്പെസിഫിക് ടൈം കണ്ടെത്തി ആ ഒരു ടൈമിലേക്ക് അത് മാറ്റുക. എന്നിട്ട് ആ ഒരു ടൈമിൽ കൺസിസ്റ്റൻ്റായിട്ടും ആ ഒരു പ്രോസസ്സ് ചെയ്യുക. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എനിക്കിത് ചെയ്യാനുള്ള ടൈമാണ്. അതല്ല, കൺസിസ്റ്റൻ്റായിട്ടല്ലാത്ത കാര്യമാണെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച കാര്യം നാളെ ചെയ്യുന്നു, അതവിടെ കഴിഞ്ഞു. അടുത്ത ദിവസം അടുത്തൊരു കാര്യം എന്താണ് ഞാൻ മാറ്റിവെച്ചതെന്ന് കണ്ടുപിടിക്കുന്നു, അത് ചെയ്യുന്നു. അല്ല, ഇമ്പോർട്ടൻ്റായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും ചെയ്യേണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തൊട്ടടുത്ത ദിവസം ചെയ്യുകയും ഇനിയുള്ള ദിവസങ്ങളിൽ അത് ചെയ്യുവാൻ അനുയോജ്യമായ ഒരു സമയവും സ്പേസും ആ ഒരു കാര്യത്തിന് കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണോ പ്രയോറിറ്റി വൈസിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാം അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ച് മുന്നോട്ട് പോകാം. എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ടാകണം. ഏതൊരു നിമിഷവും നിങ്ങളെപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക. ഞാനിപ്പോൾ ഈ നിമിഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ നിമിഷം ഞാൻ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്, അത് ചെയ്യാം. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിലായിരിക്കും. ആ കംഫർട്ട് സോണിലിരിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് നമുക്കിഷ്ടമുള്ളത് മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യം പിക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടി സമയം ആദ്യം കണ്ടെത്തുക, പിന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഓക്കെ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. ഈ ജീവിത വിജയം തന്നെയാണ് ഈ ജേണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ബേസിക് ഇല്ലാതെ, ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ഒരു ഫിസിക്കൽ ലെവലിലുള്ള കാര്യം പോലും നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ആത്മീയ തലത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുക? ചിന്തിക്കുക. അപ്പോൾ എല്ലാവരും കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയേഴ്സ്.